അടുത്ത തവണ LDF അധികാരത്തിൽ വരുമോ, UDF അധികാരത്തിൽ വരുമോ? എന്താണ് ഒരു പൊതുപ്രവർത്തന അഭിപ്രായത്തിൽ LDF തന്നെ വരുമെന്നുള്ളതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിലുണ്ടാവുന്ന ആ ഗൂഢമായ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് അണികളിലേക്ക് പകരും. മനസ്സിലായ? അപ്പോൾ അണികളിലേക്ക് പകരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളിൽ മൊത്തം അത് ബാധിക്കും. അത് LDFന് ഗുണം ചെയ്യും. LDF മൂന്നാം മുഴം വരും എന്നാണ് എൻ്റെ അഭിപ്രായം. വികസനത്തിൻ്റെ ഇത് കാഴ്ചപ്പാട് കൊണ്ടായിരിക്കില്ല LDF അധികാരത്തിൽ വരുന്നത്, UDF പ്രശ്നങ്ങൾ കൊണ്ടെന്നാണോ പറയുന്നത്? അതങ്ങനെയൊക്കെ തന്നെ വരാനേ സാധ്യതയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ജനങ്ങൾ ഈ LDF ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും LDFിൽ. അതാ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ LDFിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ MLA എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല വികസന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ LDF മൂന്നാം മുഴം വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് മൂന്നാം മുഴം വരുമെന്ന്. UDFനാണ് സാധ്യത കാണുന്നത്. UDFനാണ് സാധ്യത? അതെ അതെ അതെ. UDF വരണം. UDF വരും. ഓക്കെ, തീരുമാനിക്കണം. എന്നാലും ഒരു ഉദ്ദേശം വരാൻ സാധ്യത. അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാലും LDFനാണ് കുറച്ച് സാധ്യത നിൽക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് അവരുടെ ഭരണത്തിൻ്റെ നേട്ടം. പോലീസ് കേസ് അത് ഞാൻ പറഞ്ഞില്ലേ, പോലീസ് ഒരു വീക്കൻസ് ഉണ്ട്. എന്നാലും മറ്റുള്ള കാര്യങ്ങളിൽ, വികസനത്തിൻ്റെ കാര്യങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും LDF സർക്കാർ ഇത്തിരി മുന്നിൽ തന്നെയാണ്. പോലീസ് വിഷയത്തിൽ ആഭ്യന്തരത്തിൽ ഇത്തിരി മോശത്താഴെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു പിടിപ്പീടായിട്ട് നമ്മൾ കാണണം. അതും കൂടി ഒന്ന് നേരെയായ അവർ കുഴപ്പമില്ലാതെ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 9 വർഷം കഴിഞ്ഞ UDF വരണം. UDF വന്നാലാണ് ഭരണം മാറ്റം ഉണ്ടായാലാണ് ഇവിടെ ഭരണമാറ്റം ഉണ്ടായാലാണ് ഇവിടെ വികസനം ഉണ്ടാവും. ഒരാളെ വെച്ചുകൊണ്ടിരുന്നാൽ വികസനം ഉണ്ടാവില്ല, അടിയിലേക്ക് പോകുള്ളൂ. വികസനം ഉണ്ടാവണമെങ്കിൽ ഭരണമാറ്റം വേണം, എന്നാലാണ് വികസനം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് LDF പ്രതിപക്ഷത്തിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാനും അവർക്ക് അതിനുള്ള തൻ്റെയുണ്ട്. പറഞ്ഞ് ചെയ്യിക്കാനുള്ള. ഭരണപക്ഷത്തിൽ നിന്നാൽ ചെയ്യുകയില്ല. പ്രതിപക്ഷത്തിൽ നിന്ന് അവർ ഭരണക്കാരെ കൊണ്ട് ചെയ്യിക്കാനുള്ള പവർ അവർക്കുണ്ട്. പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കുറേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ സാധ്യത കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഉണ്ടാവും എന്നൊരു ചെറിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ ഞാനും പറയണ്. അല്ലാണ്ട് ഇതിക്കുള്ള നമുക്കൊന്നും പറയാനില്ല. മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവർ പിന്നെ ആ മാറ്റത്തിൻ്റെതായ പ്രൗഢി ആ മാറ്റം വന്ന ആൾക്കാരാണ് കാണിക്കേണ്ടത്, നമ്മളല്ല. നമുക്ക് എല്ലാവരും പൗരനെ പോലെ ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയം മാറി വേറൊരു ഭരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഉള്ള പോരായ്മകളൊക്കെ അപ്പോൾ നികത്തി വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ മേൽക്കോയ്മ കിട്ടും. പല ആൾക്കാരാണ്, പല ജനങ്ങളാണ്, പല ഇതാണ്. അപ്പോൾ മിക്കവാറും UDF വരും എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ധാരണ. പക്ഷേ അത് വരുമോ വരില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മിക്കവാറും ഇടതുപക്ഷം തന്നെ ആയിരിക്കും. അടുത്ത തവണ UDF സർക്കാർ വരാനാണ് സാധ്യത. LDF വരാൻ സാധ്യത. UDF സർക്കാർ വരാനാണ് സാധ്യത. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, പൊതുവേ ട്രെൻഡ് LDFന് അനുകൂലമല്ല. ഇപ്പോൾ കൃത്യമായിട്ട് പ്രവചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം UDF സർക്കാരും LDF സർക്കാരും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ LDF സർക്കാരിൻ്റെ പ്രവർത്തനം തീരെ മോശം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ വീഴ്ചകളുണ്ട്. അതിപ്പോൾ ഒരു സർക്കാരാകുമ്പോൾ 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് പ്രവചിക്കാനാവില്ല. അത് എനിക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനില്ല. കാരണം അങ്ങനെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. UDF വരണം, ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നു. LDF വരും എന്നുള്ളതിൻ്റെ എന്ന് പറയാൻ കാരണം അത് ആൾക്കാർ വോട്ട് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞില്ല, അത് പിണറായി വരും എന്നാണ് പറഞ്ഞുള്ള. LDF പിന്നെയും വരും. ഇതനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അതിൻ്റെ നീക്കുപോക്ക് എങ്ങനെയാണെന്ന് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അത് നിഗമിക്കാൻ പറ്റില്ല. ഇലക്ഷൻ കഴിയുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. ആര് ജയിക്കും, ആര് തോൽക്കുന്നു. അതിനാണ് ഇലക്ഷൻ നടത്തുന്നത്. എന്നാലും ഒരു സാധ്യത
സാധ്യത മുൻപന്തി സതീശനിലാണ് നിൽക്കണേ. UDF തന്നെയാണ്. LDF സർക്കാർ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് പറയാൻ കാരണം കാരണം അവർക്ക് ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ ഒരു കാര്യത്തിനും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവരാളുണ്ട്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്യുമ്പോൾ അവർ ജയിക്കുന്നു. അവർക്ക് ആളുണ്ട്, അല്ലാണ്ട് പിന്നെ അവർ ജയിക്കില്ലല്ലോ. അവരിപ്പോൾ 10 പേരല്ല, ഇവർ 10 പേരുണ്ടെങ്കിൽ അവർ 100 പേരാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ജാഥ വന്നാൽ തന്നെ കോൺഗ്രസ്സുകാർ 15 പേരുണ്ടാവും. അവർ 1,00,000 പേരാണ് ഇവിടെ ജാഥക്ക് പോകണം. അതായത് പക്ഷേ രണ്ടു കൂട്ടർ ആരെങ്കിലും ഒരാൾ ആവുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ല. UDF വരും, LDF വരും. ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് UDF വരാനാണ് ചാൻസ്. എൻ്റെ അഭിപ്രായത്തിൽ LDF തന്നെ വരുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ല പറഞ്ഞത്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് അവർക്ക് പ്രവർത്തിക്കാൻ ആളുണ്ട്. അവർ ജനങ്ങളുമായി വളരെ അടുത്ത ആണ്. അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാർ തന്നെ വരുമെന്നാണ്. 10 വർഷം അത് പൊതുവെ കേൾക്കണത് LDF തന്നെ വരുമെന്നാണ് പറയുന്നത്. അത് വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ട്രെൻഡ് പറയാൻ പറ്റില്ല. ഇപ്പം ഇവരുടെ ഉള്ളിൽ തന്നെ, പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉൾപ്പോരുണ്ട്. ഏത് LDF. അപ്പം അങ്ങനെ അവർ ചെയ്യണത് ഈ നേരിട്ട് പറയില്ല. പാർട്ടിയിൽ അവർ ഈ വോട്ടിലാണ് പ്രതികാരം ചെയ്യുന്നത്, മറച്ചുകുത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അറിയാൻ പാടില്ലേ? മനസ്സിലായി? നേരിട്ട് പറയാൻ അവർക്ക് പേടിയാ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അതേസമയം UDF അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വോട്ട് വരുന്ന സമയത്തായിരിക്കും ഇത് ചെയ്യാൻ പോണത്. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല ഒന്നും. പിന്നെ ഇനി ഒരു 5-8 മാസം കൂടി ഉണ്ടല്ലോ, അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിരിക്കും. അത് നമുക്ക് നോക്കാം. ഉദ്ദേശം UDF തന്നെ വരാനായിരിക്കും ചാൻസ്. നമ്മൾ ഒരു ഭരണം മാറ്റി കൊടുക്കണമല്ലേ. 2 പ്രാവശ്യമായിട്ട് LDF തന്നെ ഉള്ളു. അടുത്ത പ്രാവശ്യം UDF തന്നെ ചാൻസ്. കേരളത്തിൽ എല്ലാവരും അത്യാവശ്യം ബോധമുള്ളവരായതുകൊണ്ട് ഓരോ പാർട്ടീനെ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. UDF-നായിരിക്കും ചാൻസ് കൂടുതൽ. ചോദ്യമാണത്. ഞാൻ പറയണത് തുടർച്ചയായിട്ടുള്ള ഭരണം ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും മാറി മാറി ഭരിക്കണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. 10 വർഷം പുള്ളി ഇവർ ഭരിച്ചല്ലോ. ആദ്യത്തെ 5 വർഷം ഉണ്ടല്ലോ, പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷം ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. മന്ത്രിമാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഭരണം എനിക്ക് അത്രയും അങ്ങോട്ട് പറ്റുന്നില്ല. UDF വരാനാണ് സാധ്യത. എന്താണ് എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ട്. ഈ പോലീസ് നയം തന്നെ ഏറ്റവും പ്രധാന വിഷയമാണ്. പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയും. കാരണം പോലീസുകാർക്ക് പൊതുവേ ഒരു പഴയ ഇന്ത്യൻ പോലീസിൻ്റെ ഒരു മനോഭാവം ഉണ്ട്. ഇപ്പോൾ ശരിക്കൊരു ക്രിമിനലൈസേഷൻ നടക്കുന്നുണ്ടല്ലോ. ചെറിയ തോതിലല്ല, വലിയ തോതിൽ ക്രിമിനലൈസേഷനുണ്ട്. പോലീസിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ആളിലായിരിക്കും ഒരു ശിക്ഷ കിട്ടൂല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കഴിഞ്ഞാണല്ലോ. അപ്പോൾ അതുപോലുള്ള ചില പ്രശ്നങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീണ്ടും ഒരു തുടർച്ച കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സതീശൻ്റെ പാർട്ടി വരണമെന്നാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത് നല്ല വികസന പദ്ധതികൾ നടന്നുണ്ട്. എന്നാൽ സർക്കാരിനെ കുറിച്ച് എതിരഭിപ്രായമുണ്ട്. വികസനങ്ങൾ ഒരുപടി നടന്നിട്ടുണ്ട്. UDF ജയിക്കുമെന്നാ തീർച്ചയായിട്ടും UDF ജയിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ അവരുടെ ഭരണത്തിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ UDF ജയിക്കാൻ സാധ്യതയുണ്ട്. UDF തന്നെ വരുമോ? എൻ്റെ കാര്യം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അങ്ങനെയുണ്ടല്ലോ. എല്ലാവരും കണ്ടുകൊണ്ട് പുള്ളി ഇടതുപക്ഷമാണ് ജയിക്കണത്. പിന്നെ ജനങ്ങൾ തീരുമാനിക്കും. നമുക്ക് പറയാൻ തീരുമാനം UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തുടർഭരണം വരുമ്പോൾ ഒരു ലാഗ് വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു എന്താ പറയണത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭരണം മാറി വരണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം തുടർഭരണം വരുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് എന്താ പറയണത് ഒരു ഇത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ചില സൂപ്പർ സ്റ്റാറുകളൊക്കെ പറഞ്ഞു വിട്ട്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ആളുണ്ടാ എന്ന് പറഞ്ഞ ഒരു ഇത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും, നമുക്ക് ഭരണം കിട്ടും എന്നുള്ളൊരു ഇത് തോന്നലുണ്ടായിരുന്നു. നമ്മൾ തോക്കും അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കും അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ നേരിടും എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, ഒരു പാർട്ടിയോടുള്ള വിരോധം കൊണ്ടല്ല, അങ്ങനെ വരുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UDF സർക്കാരായിരിക്കുള്ളൂ വരാൻ ചാൻസും. മൊത്തത്തിൽ എല്ലാവർക്കും താല്പര്യം UDF-ന് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.